ഹായ്, ഇന്ന് നമുക്ക് സ്വീറ്റ് മിക്സർ ഉണ്ടാക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം കുറച്ച് അവൽ വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ചായി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ, ഒത്തിരി കൂടുതൽ ഇട്ട് കൊടുക്കാൻ പാടില്ല. ഒരു 2 സെക്കൻഡ് കിടന്നാൽ മതി, ഒത്തിരി നേരം ഒന്നും കിടക്കണ്ട. അപ്പോൾ തന്നെ നമുക്കിത് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മൾ അവൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലെക്സ് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് കോൺഫ്ലെക്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുറച്ചായിട്ട് ഈ എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം. അത് ഒത്തിരി സമയമൊന്നും വറക്കണ്ട. അവൽ വറുത്തോളം തന്നെ 2 സെക്കൻഡൊക്കെ മതി. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് നിലക്കടല വറുത്തെടുക്കാം. 1/4 കപ്പ് നിലക്കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് കിടന്നാൽ മതി. ഇപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം. ഇനി 1/4 കപ്പ് പൊട്ടുകടല വറുത്തെടുക്കാം. പൊട്ടുകടലൊക്കെ ജസ്റ്റ് ഇട്ടിട്ട് ഇങ്ങ് എടുത്താൽ മതി, പച്ചയ്ക്ക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ബൂന്തി ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ഒരു 1/4 കപ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിതിലേക്ക് ഒരു നുള്ള് ഫുഡ് കളർ ഇട്ട് കൊടുക്കാം. ഗ്രീൻ കളർ ഫുഡ് കളറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒരു നുള്ള് ഉപ്പും കൂടി ഇടാം. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കട്ട ഉടച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഇപ്പോൾ ഒരു കണ്ണാപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലമാവ് നമുക്ക് ഈ കണ്ണാപ്പയിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം. ഇതൊരു 3 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇതായി വരാൻ വേണ്ടി. ഇനി നമുക്ക് റെഡ് കളർ ബൂന്തി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന കടലമാവിലേക്ക് നമുക്ക് റെഡ് ഫുഡ് കളർ ഇട്ട് കൊടുക്കാം. ഉപ്പിടാം, സ്വല്പം വെള്ളം ഒഴിക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഇതുപോണം കണ്ണാപ്പ് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളെല്ലാം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. അവൽ വറുത്തത്, കോൺഫ്ലെക്സ്, നിലക്കടല, പൊട്ടുകടല, റെഡ് ബൂന്തി, ഗ്രീൻ ബൂന്തി. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതിടാം. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് മിക്സർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.